സഹൃദയരെ, 18ാമത് DC അന്താരാഷ്ട്ര പുസ്തകമേളയും സാംസ്കാരികോത്സവവും ഈ മാസം 13 വരെ കനകക്കുന്നിൽ നടക്കുന്നു. 13 ദിവസം നീളുന്ന പുസ്തകമേളയിൽ ഇന്ത്യയിലും വിദേശത്തുമുള്ള 350-ലേറെ പ്രസാധകർ പങ്കെടുക്കുന്നു. മെഡിക്കൽ സയൻസ്, എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ് തുടങ്ങിയ അക്കാദമിക് മേഖലയിലെ പുസ്തകങ്ങളോടൊപ്പം ചരിത്രം, സാഹിത്യം തുടങ്ങിയ എല്ലാ മേഖലകളിലെയും പുസ്തകങ്ങൾ ലഭ്യമാണ്. ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഈ മേളയിൽ പുസ്തകങ്ങൾ കാണുന്നതിനും തിരഞ്ഞെടുക്കുന്നതിനും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. DC അന്താരാഷ്ട്ര പുസ്തകമേളയോടനുബന്ധിച്ച് എല്ലാ ദിവസവും സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരെ പങ്കെടുപ്പിച്ച് സാംസ്കാരികോത്സവങ്ങളും പുസ്തക പ്രകാശനങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. പുസ്തകമേളയിലേക്കും സാംസ്കാരികോത്സവത്തിലേക്കും ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. DC അന്താരാഷ്ട്ര പുസ്തകമേളയിലേക്കും സാംസ്കാരികോത്സവത്തിലേക്കും ഏവർക്കും സ്വാഗതം. 13 ദിവസം നീണ്ടു നിൽക്കുന്ന DC അന്താരാഷ്ട്ര പുസ്തകമേളയിലും സാംസ്കാരികോത്സവത്തിലും കലാ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കുന്നു. മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, കേന്ദ്രമന്ത്രി ഡോക്ടർ ശശി തരൂർ, ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാർ, മേയർ അഡ്വക്കേറ്റ് K ചന്ദ്രിക, ജ്ഞാനപീഠം ജേതാവ് ശ്രീ ONV കുറുപ്പ്, കവയത്രി സുഗതകുമാരി, ഡോക്ടർ D ബാബു പോൾ, അടൂർ ഗോപാലകൃഷ്ണൻ, ഋഷിരാജ് സിംഗ് IPS, പ്രിയദർശൻ, മേനക സുരേഷ് കുമാർ, മഞ്ജു വാര്യർ, സിബി മലയിൽ, ഭാഗ്യലക്ഷ്മി, ആനന്ദ്, കാവാലം നാരായണ പണിക്കർ, നെടുമുടി വേണു, മധു, പെരുമ്പടവം ശ്രീധരൻ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, ബെന്യാമിൻ, മണിയൻപിള്ള രാജു, ശ്രീകുമാരൻ തമ്പി, ജോർജ് ഓണക്കൂർ, റോസ്മേരി, ഗോപിനാഥ് മുതുകാട് തുടങ്ങിയ പ്രമുഖർ വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങിലും സാംസ്കാരിക സായാഹ്നത്തിലും പങ്കുചേരുന്നു. DC അന്താരാഷ്ട്ര പുസ്തകമേളയിലേക്കും സാംസ്കാരികോത്സവത്തിലേക്കും ഏവർക്കും സ്വാഗതം. പതിനെട്ടാമത് DC അന്താരാഷ്ട്ര പുസ്തകമേളയോടനുബന്ധിച്ച് ഒരുക്കുന്ന സാംസ്കാരികോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചടങ്ങ് ആരംഭിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ പുതുക്കുകയും ആത്മവിശ്വാസം പകരുകയും ചെയ്യുന്ന 2 പുസ്തകങ്ങൾ ഇന്ന് DC ബുക്സ് പ്രിയപ്പെട്ട വായനക്കാർക്കായി സമർപ്പിക്കുകയാണ്. പ്രശസ്ത ബാലസാഹിത്യകാരനായ പ്രൊഫസർ S ശിവദാസ് എഴുതിയ മിടുമിടുക്കരാകാൻ ഒന്നാമതാവാൻ, ലോകപ്രശസ്ത മജീഷ്യനായ ശ്രീ ഗോപിനാഥ് മുതുകാട് എഴുതിയ ഈ കഥയിലുമുണ്ടൊരു മാജിക് എന്നീ പുസ്തകങ്ങളാണ് ഈ വേദിയിൽ പ്രകാശിതമാവുന്നത്. പ്രൊഫസർ S ശിവദാസ്, ശ്രീ ഗോപിനാഥ് മുതുകാട് എന്നിവരോടൊപ്പം പ്രശസ്ത എഴുത്തുകാരായ റോസ്മേരി, B മുരളി എന്നിവരും ഈ സമ്മേളനത്തിൽ അതിഥികളായി നമ്മോടൊപ്പമുണ്ട്. സമ്മേളനത്തിന് ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിന് ബഹുമാന്യരെ, 18ാമത് DC അന്താരാഷ്ട്ര പുസ്തകമേളയോടനുബന്ധിച്ചൊരുക്കിയ
സാംസ്കാരിക സമ്മേളനത്തിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യട്ടെ. കഴിഞ്ഞ 11 ദിവസങ്ങളായി വൈവിധ്യങ്ങളായ പുസ്തക പ്രകാശന സമ്മേളനങ്ങളാണ് ഈ വേദി നടന്നുകൊണ്ടിരുന്നത്. ഇന്ന് 2 വ്യത്യസ്തങ്ങളായ പുസ്തകങ്ങളാണ് പ്രകാശിപ്പിക്കുന്നത്. പ്രൊഫസർ ശിവദാസ് എഴുതിയ മിടിമിടുക്കരാകാൻ ഒന്നാമതാവാം, ഗോപിനാഥ് മുതുകാട് എഴുതിയ ഈ കഥയിലുമുണ്ടൊരു മാജിക് എന്നീ 2 പുസ്തകങ്ങളാണ് ഈ ചടങ്ങിൽ പ്രകാശിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കുട്ടികൾ പ്രൊഫസർ ശിവദാസ് സാറിന് എഴുതിയ പലതരം ആശങ്കകൾക്കും സംശയങ്ങൾക്കും സാറ് നൽകിയ മറുപടികളുടെ സമാഹാരമാണ് മിടിമിടുക്കരാകാൻ ഒന്നാമതാവാൻ എന്ന് പറയുന്ന പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവായ ശിവദാസ് സാറിന് നമ്മോടൊപ്പമുണ്ട്. ശിവദാസ് സാറിന് നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ചെയ്യട്ടെ. ഏഷ്യാനെറ്റ് പ്രക്ഷേപണം ചെയ്ത മഞ്ജു സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയുടെ വിധികർത്താവായിരിക്കെ ഗോപിനാഥ് മുതുകാട് പറഞ്ഞ ഒരുപാട് ഗുണപാഠ കഥകളുണ്ട്, പ്രചോദക കഥകളുണ്ട്. അക്കാലത്ത് മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ആകർഷിച്ച കഥകളായിരുന്നു അവ. ആ കഥകളുടെയും ഓർമ്മകളുടെയും സമാഹാരമാണ് ഈ കഥയിലുമുണ്ടൊരു മാജിക് എന്ന പുസ്തകം. പുസ്തകത്തിന് ഗ്രന്ഥകർത്താവായ മുതുകാടിനെയും ഈ ചടങ്ങിലേക്ക് സാദരം ക്ഷണിക്കട്ടെ. ഇന്ന് നമ്മോടൊപ്പം മറ്റു 2 അതിഥികൾ കൂടിയുണ്ട്. പ്രശസ്ത കഥാകൃത്തായ ബി മുരളിയെയും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ചെയ്യട്ടെ. പ്രശസ്ത കവിയത്രിയും ബാലസാഹിത്യകാര്യമായ ശ്രീമതി റോസ്മേരിയും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ക്ഷണിക്കട്ടെ. ഓരോ മനുഷ്യനിലും വലിയ കഴിവുകൾ ഉറങ്ങുന്നുണ്ട്. അവയെ ഉണർത്തി വളർത്തുമ്പോൾ മാത്രമാണ് നേട്ടങ്ങൾ ഉണ്ടാവുക. ലക്ഷ്യബോധത്തോടെ സമർപ്പണ ബോധത്തോടെ ചെയ്യുന്ന ഏത് പ്രവർത്തനവും വിജയിക്കും. ആത്മവിശ്വാസവും അർപ്പണ മനോഭാവവും വളർത്തി കുട്ടികളെ ഏത് മേഖലയിലും വിജയം കൈവരിക്കാൻ പ്രാപ്തമാക്കുന്ന പുസ്തകമാണ് പ്രൊഫസർ എസ് ശിവദാസ് എഴുതിയ മിടുമിടുക്കരാകാൻ ഒന്നാമതാവാൻ. പുസ്തകം പ്രകാശിപ്പിക്കുന്നതിനായി പ്രശസ്ത മജീഷ്യൻ ശ്രീ ഗോപിനാഥ് മുതുകാടിനെയും സ്വീകരിക്കുന്നതിനായി എഴുത്തുകാരി ശ്രീമതി റോസ്മേരിയെയും ക്ഷണിക്കുന്നു. കഥകൾ തന്നിലുണ്ടാക്കിയ സ്വാധീനത്തിന്റെ ആഴങ്ങളുടെയും പരിചയപ്പെട്ട വ്യക്തികളിൽ ദർശിക്കാൻ കഴിഞ്ഞ ജീവിത വീക്ഷണങ്ങളുടെയും വായിച്ച പുസ്തകങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞ അറിവുകളുടെയും ഓർമ്മക്കുറിപ്പുകളുടെയും സമാഹാരമാണ് ശ്രീ ഗോപിനാഥ് മുതുകാടിന്റെ ഈ കഥയിലുമുണ്ടൊരു മാജിക് എന്ന പുസ്തകം. ഒരു കല്ല് നിശ്ചലമായ ഒരു ജലാശയത്തെ മുഴുവൻ ഇളക്കുന്നത് പോലെ ഈ പുസ്തകത്തിലെ ഓരോ വാക്കും നിങ്ങളുടെ മനസ്സിനെ മാറ്റിമറിക്കും. ഇതിലെ ഓരോ കഥകളും നിങ്ങളുടെ ആഴങ്ങളെ സ്പർശിക്കും. പുസ്തകം പ്രകാശിപ്പിക്കുന്നതിനായി പ്രൊഫസർ എസ് ശിവദാസിനെയും ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ ബി മുരളിയെയും ക്ഷണിക്കുന്നു. പ്രസംഗത്തിനായി പ്രൊഫസർ എസ് ശിവദാസിനെ സാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇങ്ങനെയൊരു ചടങ്ങിൽ വരണമെന്ന് രാംദാസ് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ഞാൻ വളരെ സന്തോഷപൂർവ്വം സമ്മതിക്കുകയായിരുന്നു. കാരണം ഈ ചടങ്ങിൽ എന്നോടൊപ്പം പങ്കെടുക്കാൻ പോകുന്നത് പ്രശസ്ത മജീഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മാജിക് ഷോ ഞാൻ സദസ്സിലിരുന്ന് പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും 1 വർഷം മുമ്പാണെന്നാണ് തോന്നുന്നത് എൻ്റെ മറ്റൊരു പുസ്തകത്തിൻ്റെ റിലീസ് കോട്ടയത്ത് വെച്ച് അദ്ദേഹം ഒരു മാജിക് കൂടി നടത്തി. അപ്പോഴും ഞാൻ സദസ്സിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു നല്ല മാജിക് കാണാമല്ലോ എന്നുള്ള ആ സന്തോഷത്തിലാണ് ഞാൻ കോട്ടയത്തു നിന്ന് ഈ തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത് ഇവിടെ എത്തിയത്. ഞാൻ ഈ ഡയസിൽ ഇങ്ങനെ ഇരുന്ന് അദ്ദേഹത്തിനെ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഞാനൊരു ബാലസാഹിത്യകാരനാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അങ്ങനെയാണെങ്കിൽ സാറിനെ ഒരു കൊച്ചു കുട്ടിയാക്കി കളയാം എന്ന് പറഞ്ഞൊരു മുല കുടിക്കുന്ന കുട്ടിയാക്കി എന്നെ മാറ്റിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ഞാൻ അവിടെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു.
തീർച്ചയായിട്ടും നിങ്ങളെല്ലാം വളരെ അത്ഭുതപ്പെട്ടതിന്. ഞാനാണ് വല്ലാതെ വിഷമിച്ചേനെ, കാരണം എൻ്റെ അമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, എനിക്ക് വില കുടിക്കാനുള്ള നിവൃത്തിയുമില്ല. അന്ന് എന്നും അദ്ദേഹത്തിൻ്റെ പരിപാടി ധാരാളം ആളുകൾ വരുന്നു, കാണുന്നു. പ്രത്യേകിച്ച് കുട്ടികളെ സന്തോഷത്തോടെ ഈ പരിപാടി കേട്ട് മനസ്സിലാക്കി അത്ഭുതപ്പെട്ട് സന്തോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഈ കുട്ടികളുടെ എല്ലാം മനസ്സിൽ അത്ഭുതപ്പെടാനുള്ള ഒരു കഴിവുണ്ട്. അത് കുട്ടികളുടെ മനസ്സിൽ മാത്രമല്ല, ഞങ്ങളെപ്പോലുള്ള വൃദ്ധരായിട്ടുള്ള ആളുകളുടെ മനസ്സിൽ പോലും ഉണ്ട് ഈ അത്ഭുതപ്പെടാനും അതിശയിക്കാനുള്ള ഒരു കഴിവ്. ഒരുപക്ഷെ ദൈവം തന്നിരിക്കുന്ന, നമ്മൾക്ക് തന്നിരിക്കുന്ന ഏറ്റവും നല്ല കഴിവുകളിലൊന്നാണ് ഈ അത്ഭുതപ്പെടാനുള്ള കഴിവ്. കണ്ണ് തുറന്ന് കാണാനും ചെവി തുറന്ന് കേൾക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും അത്ഭുതപ്പെടാനും അതിലൂടെ വളരാനുമുള്ള ഈ കഴിവ് എല്ലാ കുട്ടികൾക്കും ലോകത്തിലുണ്ട്. പക്ഷേ ചില കുട്ടികൾ അത് ഉപയോഗിക്കുന്നു, ചില കുട്ടികൾ ഉപയോഗിക്കാൻ എന്നതിൽ പരാജയപ്പെടുന്നു. അതാണ് കുട്ടികൾ തമ്മിലുള്ള വ്യത്യാസം. വേണമെന്നുണ്ടെങ്കിൽ ഏത് കുട്ടിക്കും ലോകത്തിലെ നമ്പർ 1 ആകാൻ സാധിക്കും. ഞാൻ അനേക വർഷങ്ങളായി കുട്ടികളുടെ സദസ്സിൽ പോയി എപ്പോഴും പറയുന്ന വാചകമാണിത്: യു ക്യാൻ ബി എ ജീനിയസ് എന്നത്. എല്ലാവരിലും ഒരു ജീനിയസ് ഉറങ്ങുന്നുണ്ട്. ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ ഗവേഷണം എന്ന് പറയുന്നത് IT-യിലും കമ്പ്യൂട്ടറിലും ഒന്നുമല്ല, മറിച്ച് മനുഷ്യനിലാണ്, പ്രത്യേകിച്ച് മനുഷ്യൻ്റെ ബ്രെയിനിലാണ്. ലോകത്തെ ആ ഗവേഷണങ്ങളിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ശാസ്ത്രജ്ഞൻ, അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ ബ്രെയിൻ റിസർച്ച് സെൻ്ററിൻ്റെ തലവൻ ഒരു ഇന്ത്യക്കാരനാണ് എന്ന് അറിയുന്നതിൽ നിങ്ങളേവരും അഭിമാനിക്കണം. ഡോക്ടർ VS രാമചന്ദ്രൻ എന്നു പേരുള്ള തമിഴ്നാട്ടുകാരനായ അദ്ദേഹത്തെ അമേരിക്കയിലുള്ള ശാസ്ത്രജ്ഞന്മാരെ വിളിച്ചിരിക്കുന്നത് ദി മാർക്കോ പോളോ ഓഫ് ന്യൂറോ സയൻസ് എന്നാണ്. അത്യത്ഭുതകരമായ അനേകം ഗവേഷണ ഫലങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഈ ബ്രെയിനിനെ പറ്റിയുള്ള പുസ്തകങ്ങളിൽ ഈ അടുത്ത കാലത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു കഥ ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ്. ഒരു ഡെമൻഷ്യ ബാധിച്ച് മരിക്കാൻ കിടക്കുന്ന ഒരാൾ പെട്ടെന്ന് ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് ഒരു പെയിൻറ്റ് ബ്രഷും കുറച്ച് പെയിൻറ്റും വാങ്ങിത്തരണം. അപ്പോൾ ഡോക്ടർ വിചാരിച്ചു ഇദ്ദേഹം ഒരു പെയിൻറ്ററായിരിക്കും. അപ്പോൾ പെയിൻറ്റ് ബ്രഷും ഈ കടലാസും എല്ലാം കൊടുത്തു ഡോക്ടർ. ഒരു മാസത്തിനാണ് മരിക്കാൻ പോവുക ഇദ്ദേഹം. 2-3 ദിവസം കഴിഞ്ഞ് ഡോക്ടർമാർ വന്ന് നോക്കിയപ്പോൾ ഇദ്ദേഹം ധാരാളം മനോഹരമായ ചിത്രങ്ങൾ, പെയിൻറ്റിങ് വരച്ചിട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഈ ബെഡിൻ്റെ അടുത്ത് മുഴുവൻ. അപ്പോൾ ഡോക്ടർമാർക്ക് തീർച്ചയായും ഇദ്ദേഹം ഒരു പ്രശസ്തനായ ആർട്ടിസ്റ്റാണ്, പെയിൻറ്ററാണെന്ന്. അദ്ദേഹത്തിൻ്റെ കേസ് ഡയറി പരിശോധിച്ചപ്പോൾ ഡോക്ടർമാർ ഞെട്ടിപ്പോയി. കാരണം അദ്ദേഹം ജീവിതത്തിൽ ഇന്നുവരെ ഒരു പെയിൻറ്റ് ബ്രഷ് എടുക്കുകയോ ഒരു ചിത്രം വരയ്ക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ മരിക്കാൻ കിടക്കുന്ന ഈ രോഗി പെട്ടെന്ന് ഇങ്ങനെ ചിത്രകാരനായത് എന്ന് ഗവേഷണം ചെയ്തപ്പോൾ അവർ കണ്ടുപിടിച്ചത് ഇദ്ദേഹത്തിൻ്റെ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേക കേന്ദ്രം തകർന്നു പോയതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഡെമൻഷ്യ ബാധിച്ച് അദ്ദേഹം മരിക്കാൻ പോകുന്നത്. അങ്ങനെ തകർന്നു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൻ്റെ മറ്റൊരു ഭാഗം ഓട്ടോമാറ്റിക്കായിട്ട് ഉണർന്നു, തന്നെത്താനെ ഉണർന്നു. അങ്ങനെ തന്നെത്താനെ ഉണർന്നപ്പോൾ ആ കേന്ദ്രമായിരുന്നു ഒരു ചിത്രകാരനെ വളർത്താനുള്ള കേന്ദ്രം. യാതൊരു പരിശീലനമില്ലാതെയാണ് അദ്ദേഹം ഇത്ര മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങിയത്. ഈ സംഭവം വിവരിച്ചിട്ട് ഡോക്ടർ രാമേന്ദ്രൻ പറയുകയാണ്, മനുഷ്യൻ്റെ മസ്തിഷ്കം, ബ്രെയിൻ എന്ന് പറയുന്നത് അപാരമായ ഒരു സമുദ്രമാണ്, ഒരു പാരാവാരമാണ്. ആ പാരാവാരത്തിൻ്റെ അരികിൽ പോയി നിന്നിട്ടുള്ളൂ ഇപ്പോഴും മനുഷ്യൻ. ബ്രെയിൻ സയൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ശൈശവാവസ്ഥയിൽ മാത്രമാണ്. അദ്ദേഹം പറയുന്ന മറ്റൊരു രഹസ്യം കൂടിയുണ്ട്. നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടിയും ജനിച്ചപ്പോൾ തന്നെ ആ കുട്ടിയുടെ ബ്രെയിനിലുള്ള കോശങ്ങളുടെ, ന്യൂറോൺസിൻ്റെ എണ്ണം ലോകത്തിലെ ജനങ്ങളുടെ എണ്ണത്തിൽ എത്രയോ മടങ്ങാണ്. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. 10,000 കോടി ന്യൂറോൺ, 10,000 കോടി ന്യൂറോൺ ഒന്നിച്ച് തയ്യാറാക്കി വെച്ചിട്ടാണ് ഈ നിങ്ങളെ എല്ലാം ദൈവം ഇങ്ങോട്ട് ഇറക്കി വിട്ടിരിക്കുന്നത്. ഓരോ ന്യൂറോണും ഒരു മൈക്രോ കമ്പ്യൂട്ടറാണ്. ആ ന്യൂറോണിന് 9ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്, ശാഖകളുണ്ടെന്നും
ആ ശാഖകൾ ഉപയോഗിച്ച് മറ്റ് ന്യൂറോൺസൊക്കെ നെറ്റ്വർക്കിങ്ങിന് സാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ 10,000 കോടി കൊച്ചു കമ്പ്യൂട്ടർ ഒന്നിച്ച് പിടിപ്പിച്ചുള്ള ഒരു ബൃഹത്തായ ഒരു സൂപ്പർ കമ്പ്യൂട്ടറും തലയിൽ വെച്ചുകൊണ്ടാണ് എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ജീവിക്കുന്നത്. ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ഇങ്ങനൊരു സൂത്രം ഈ തലയിലുണ്ടെന്ന് ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല. കണക്കിൽ 2 മാർക്ക് പറഞ്ഞാൽ അമ്മയ്ക്ക് ദേഷ്യം വരും, അല്ലെങ്കിൽ നീ ഒരു വണ്ടി അടിയെന്ന് പറയും. നീ ഒരു മിടുക്കിയാണ്, നിനക്ക് വേണമെങ്കിൽ ഐൻസ്റ്റൈൻ ആകാൻ സാധിക്കും, മാഡംകോറി ആകാൻ സാധിക്കും എന്ന് നമ്മുടെ അമ്മമാരും അച്ഛന്മാരും പറയാൻ മറന്നുപോകും. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഭാരതത്തിലെ കുട്ടികളെല്ലാം ഐ ക്യാൻ ബി നമ്പർ 1 എന്ന് തിരിച്ചറിയുകയും അവർ ഉറങ്ങിക്കിടക്കുന്ന ശേഷിയെ വളർത്താൻ തീരുമാനിക്കുകയും ചെയ്താൽ ഒരു സംശയവും വേണ്ട, ഭാരതമായിരിക്കും നാളെ ലോകത്തിനെ ഭരിക്കുന്നത്. സമയക്കുറവുകൊണ്ട് ഞാൻ ഈ വിഷയം നീട്ടുന്നില്ല. എൻ്റെ ഈ പുസ്തകത്തിലുള്ള ഒരു ചെറിയ കഥ, അഡാപ്റ്റേഷൻ ആയിട്ടുള്ളൊരു കഥയുണ്ട്. ഈ ദൈവം ഭൂമി, നിങ്ങൾക്കറിയാം ബൈബിൾ സ്റ്റോറി, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, കരയും കടലും സൃഷ്ടിച്ചു, അവസാനം ധാരാളം ജന്തുക്കളെ സൃഷ്ടിച്ചു, അവസാനം മനുഷ്യനെ സൃഷ്ടിച്ചു. ആ സൃഷ്ടിയുടെ കർമ്മത്തിൽ ദൈവം എന്തുകൊണ്ടാണെന്ന് നമ്മൾക്ക് അറിഞ്ഞുകൂടാ, ദൈവത്തിനോട് ചോദിക്കണം. അദ്ദേഹം പക്ഷികളെ സൃഷ്ടിച്ചപ്പോൾ ഈ പക്ഷികളുടെ ചിറകുകൾ കൊടുത്തിരുന്നില്ല. അങ്ങനെ അന്ന് ഈ ലോകത്തുള്ള കൊച്ചു പക്ഷിയും വലിയ പക്ഷിയും ഇടത്തരം പക്ഷി എല്ലാം ചിറകുകളില്ലാതെ വിഷമിച്ച് ലോകത്തോട് നടക്കുകയായിരുന്നു. അപ്പോൾ ആ പൂച്ചയോ പട്ടിയോ ഒക്കെ പിടിക്കാൻ ചെന്നാൽ ഓടണം, കുഴി വന്ന് വീടും കയ്യും കാലും കൂടിയും വേദന എടുക്കും, അയ്യോ ദൈവമേ എന്ന് പറഞ്ഞ് കിടന്ന് കരയും. അവസാനം പക്ഷികളെല്ലാം കൂടെ കൂട്ടം നൊലുവിളിയായി. ഈ ലോകത്ത് ജീവിക്കാൻ യാതൊരു നിവൃത്തിയില്ല, കാരണം ഈ ഞങ്ങളെല്ലാം പിടിച്ച് ഓരോരുത്തരായിട്ട് കൊല്ലുകയാണ്, ഈ ഓടി നടന്ന് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു. ഈ കരച്ചിൽ സ്വർഗത്തിൽ ദൈവം കേട്ടു. ദൈവം കേട്ടപ്പോൾ പെട്ടെന്ന് ദൈവം അടുത്തുള്ള മാലാഖമാരെയെല്ലാം വിളിച്ചു. അവരുടെ ചെവിയിൽ എന്തോ രഹസ്യം പറഞ്ഞു. ഈ മാലാഖമാരെല്ലാം പക്ഷികൾ നോക്കുമ്പം ഈ ആകാശത്തോടെ പറന്ന് താഴോട്ട് വരുന്നു. എല്ലാ മാലാഖയിലും 2 കയ്യിൽ എന്തോ സംഗതിയുണ്ട്. എന്താണെന്ന് പക്ഷികൾക്ക് മനസ്സിലായില്ല. മാലാഖമാർ ഭൂമിയുടെ മുകളിൽ വന്നിട്ട് ഈ കയ്യിലിരുന്ന സാധനം ഈ പക്ഷികളുടെ മേത്തോട്ട് എറിഞ്ഞു. ഓരോ പക്ഷി നോക്കുമ്പോൾ ആ പക്ഷിയുടെ മുകളിൽ എന്തോ 2 സാധനം കുത്തി തറഞ്ഞു കൊണ്ടു. പക്ഷികൾക്ക് വല്ലാതെ വേദന എടുത്തു. പക്ഷികൾ കരയാൻ തുടങ്ങി, അയ്യോ ദൈവമേ, ഞങ്ങളുടെ തലയിൽ ഇതൂടെ കുത്തിക്കയറ്റി വയ്ക്കല്ലേ പുറകിൽ, ഞങ്ങൾ അല്ലേ തന്നെ നടക്കാൻ വിഷമിക്കുകയാണ്, ഓടി ഉരുണ്ട് വീഴുകയാണ്, അപ്പം ഞങ്ങളുടെ മുകളിൽ ഇനി ഇങ്ങനൊരു ഭാരം കൂടെ വയ്ക്കരുത് എന്ന് പറഞ്ഞ് കരഞ്ഞു. ദൈവം അനങ്ങിയില്ല. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു, ഏതാനും മാസങ്ങൾ കഴിഞ്ഞു. ഒരു പക്ഷിക്കൊരു സംശയം, എന്താ ഈ ദൈവം പുറകിലിരിക്കുന്ന ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ പക്ഷി അവിടെ എഴുന്നേറ്റ് നിന്നു. പതുക്കെ പുറകിലുള്ള സാധനം ഒന്ന് വിടർക്കാവോ എന്ന് നോക്കി. അങ്ങനെ ശക്തി എടുത്തപ്പോഴത്തേക്ക് തന്നെത്താനെ വിടർന്നു. തന്നെത്താനെ പക്ഷിക്ക് തോന്നി, അതുകൊണ്ട് മുകളിലും താഴെ അടിച്ചാലോ എന്ന് തോന്നി. അങ്ങനെ മുകളിലും താഴെ അടിക്കാൻ തുടങ്ങിയപ്പോൾ പക്ഷി അറിയാതെ മുകളിലോട്ട് പൊങ്ങി. പക്ഷി അറിയാതെ മുകളിലോട്ട് പൊങ്ങിയപ്പോഴത്തേക്ക് പക്ഷി പേടിച്ചു പോയി. ഈ പൊക്കുകയും താഴെയും ചെയ്ത് നിർത്തി. ഉടനെ പക്ഷി മുഞ്ഞിയും കുത്തി താഴെ വീണു. മുഖമൊക്കെ പൊട്ടി കിടന്ന് കുറച്ചുകൂടെ കരഞ്ഞു. കരച്ചില്ല കഴിഞ്ഞാൽ പക്ഷിക്കൊരു സംശയം, ഒന്നുകൂടെ കൈയും കാലും പൊക്കിയാലോ, ഇത് പൊക്കിയാലോ എന്ന്, ഈ പുതിയ ഉപകരണം. അങ്ങനെ പൊക്കുകയും താഴെയും ചെയ്തപ്പോൾ പക്ഷിക്ക് മനസ്സിലായി, ആകാശത്തോട്ട് ഉയരാനുള്ള ഒരു സൂത്രമാണ് എൻ്റെ മുകളിലിരിക്കുന്നത്. അങ്ങനെ ആ പക്ഷി ആകാശത്തോട്ട് പറന്നു പോകുന്നത് കണ്ട് മറ്റു പക്ഷികളും അവരുടെ മുകളിലുള്ള ഈ പക്ഷങ്ങൾ ഈ ചിറകുകൾ അടിച്ച് ഉയർത്തി പൊക്കുകയും താഴ്ത്തുകയും ചെയ്ത് ആകാശത്തോട്ട് പോവുകയും പറക്കാൻ പഠിക്കുകയും അങ്ങനെ അവർ ആകാശത്തെ രാജാക്കന്മാരായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് ഈ കഥ. പ്രശസ്തനായ ഒരു ജർമ്മൻ ഫിലോസഫറുടെ കഥയാണിത്. കുട്ടികൾക്ക് വേണ്ടി എഴുതിയ കഥയാണ്. കഥയുടെ അർത്ഥം ഇവിടെ ഈ കൂടിയ കുട്ടികൾ മനസ്സിലാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പക്ഷികളുടെ മുകളിൽ ദൈവം പിടിപ്പിച്ചു കൊടുത്ത ഈ പക്ഷങ്ങൾ, ഈ ചിറകുകൾ അവിടെ ഉണ്ടെന്ന് അറിയാൻ വയ്യാതെയായിരുന്നു ഈ പക്ഷികൾ അനേക വർഷം ജീവിച്ചത്. അതുപോലെയാണ് ലോകത്തിലെ കുട്ടികൾ. ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ശേഷികൾ എന്തൊക്കെയാണ്, കഴിവുകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാതെ ദൈവമേ എന്ന് പറഞ്ഞ് ദൈവത്തിനെ കുറ്റം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, നമ്മൾക്ക് കിട്ടുന്ന ശേഷികൾ, നമുക്ക് കിട്ടുന്ന കഴിവുകൾ തിരിച്ചറിയുകയും അവയെ വളർത്തുകയും ഉപയോഗിക്കുകയും ചെയ്താൽ ഒരു സംശയവും വേണ്ട, ഈ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ കുട്ടികളും ലോകത്തിൻ്റെ വിളക്കുകളായി മാറും. മാറാൻ DC ബുക്സിൻ്റെ പരിപാടിയിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോ കുട്ടികൾക്കും കഴിയട്ടെ. മുതിർന്നവരെ അവരുടെ കുട്ടികളെ അതിന് പ്രേരിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. ശ്രീമതി റോസ്മേരിയെ പ്രഭാഷണത്തിനായി സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ അധികം സംസാരിച്ച് മുഷിപ്പിക്കുന്നില്ല. കാരണം മുതുകാടിൻ്റെ മാജിക് ഷോ കാണാൻ എന്തായാലും അദ്ദേഹത്തിൻ്റെ സംഭാഷണം കേൾക്കാൻ നിങ്ങളൊക്കെ ആകാംക്ഷ ഭരിതരായിരിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം.
പിന്നെ ഞാൻ ഇങ്ങനൊരു പരിപാടിക്ക് എന്നെ വിളിച്ചതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഈ ശ്രീമാൻ ശിവദാസ് ചേട്ടനെ ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് നേരിൽ കാണുകയാണ്. തളിര് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആഭിമുഖ്യത്തിലുള്ള തളിര് മാസികയിൽ അദ്ദേഹം സ്ഥിരമായി എഴുതാറുണ്ട്. അപ്പോൾ ഞാനൊരു ബാലികയൊന്നും അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ രചനകളൊക്കെ വളരെ ആകാംക്ഷയോടെ വായിക്കാറുണ്ട്. ഈ പുസ്തകം കിട്ടിയപ്പോൾ ഞാനിങ്ങനെ മറിച്ച് നോക്കിയായിരുന്നു. എങ്ങനെ അസാധ്യമായത് സാധ്യമാക്കാം, എങ്ങനെ ബുദ്ധിമുട്ടുള്ളത് എളുപ്പമാക്കാം, എങ്ങനെ മിടുക്കരാകാം എന്നൊക്കെയുള്ള ശീർഷകത്തിൽ കൊച്ചു കൊച്ചു കുറിപ്പുകൾ, ഇത്തരം കുറിപ്പുകൾ എപ്പോൾ കണ്ടാലും ഞാൻ വായിച്ചു നോക്കാറുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ഞാൻ ചില നോട്ട്സൊക്കെ എഴുതി എൻ്റെ ഡയറിയിൽ കുറിച്ച് വെക്കും. ഇത് കണ്ടിട്ട് എൻ്റെ മകൾ പൊട്ടിച്ചിരിക്കും. മകൾ പറയും, അമ്മ ഈ പ്രായത്തിൽ ഇതൊക്കെ വായിച്ചിട്ട് എന്ത് ചെയ്യാനാ? അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഇംപെർഫെക്ഷൻസിനെ കുറിച്ച്, എൻ്റെ ദൗർബല്യങ്ങളെക്കുറിച്ച് വളരെ നന്നായിട്ട് ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. അപ്പം ഇത്തരം സെൽഫ് ഹെൽപ്പ് സജഷൻസ് കാണുമ്പോൾ എങ്ങനെ എൻ്റെ പേഴ്സണാലിറ്റി കുറേ കൂടി നല്ലതാക്കാം എന്നിങ്ങനെ ഓരോ ദിവസവും പരിശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഞാൻ ഈ പുസ്തകം ഹൃദയസ്ഥമാക്കാൻ പോവുകയാണ്. അതുപോലെ ഈ മുതുകാട് വളരെ എന്താ പറയുന്ന ഈ ലോകോത്തര നിലവാരത്തിലുള്ളൊരു മാന്ത്രികനാണെന്ന് നമുക്കറിയാം. പക്ഷേ എൻ്റെ ഈ പ്രിയ അനുജനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ ഏതാണ്ട് 25 വർഷമായിട്ട് മുതുകാടിനെ കാണുക. അന്ന് തൊട്ട് ഇന്ന് വരെ ആ മുഖത്തെ ആ ഒരു കൗമാര സഹജമായ ഒരു ജിജ്ഞാസയും ഒരു പ്രസരിപ്പും ആ കണ്ണുകളിലെ തിളക്കമൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ മങ്ങാതെ സൂക്ഷിക്കുക? അതിൻ്റെ ആ ഒരു മാന്ത്രിക രഹസ്യം ഒന്ന് പറഞ്ഞു തരണം. കാരണം ആ വൈബ്രൻസി അത്രയ്ക്ക് നമുക്ക് തൊട്ടറിയാം, അത്രയ്ക്ക് പോസിറ്റീവ് എനർജി. ഞാനാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഈ വിളക്ക് കെട്ട് പോകുന്ന പോലെ പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് പതിക്കുന്ന ഒരാളാണ്. അപ്പോൾ പകുതി നേരം ഇങ്ങനെ കാർമേഘം മൂടിയിരിക്കും എൻ്റെ മനസ്സ്. അപ്പോൾ ഈ ഒരു സൂര്യൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്നതിൻ്റെ ആ ഒരു രഹസ്യം കൂടി പറഞ്ഞു തരണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ശ്രീ ബി മുരളിയെ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ശിവദാസ് സാർ, എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ഗോപിനാഥ്, ചേച്ചി, പ്രിയ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ വാങ്ങിച്ച പുസ്തകം ഈ കഥയിലുണ്ടൊരു മാജിക്ക്, ശ്രീ ഗോപിനാഥിൻ്റെ മുതുകാടിൻ്റെ പുസ്തകമാണ്. അതിൽ 129 പേജ് വാങ്ങിച്ചപ്പോൾ ജസ്റ്റ് തുറന്നപ്പോൾ കിട്ടിയ പേജാണ് 129 പേജ്, 129 എന്ന പേജ്. അപ്പം ശ്രീ ഗോപിനാഥ് മുതുകാട് ഇങ്ങനെയാണ് ഈ മാജിക്ക് കാണിക്കുന്നത്. പെട്ടെന്നൊരു പേജ് തുറക്കാൻ പറയുന്നത് പറഞ്ഞു. പക്ഷെ അതിൽ അദ്ദേഹം ഒരു വലിയൊരു ഹൈലൈറ്റ് ആയിട്ടൊരു വാചകം കൊടുത്തിട്ടുണ്ട്. ആ വാചകം വായിക്കുമ്പം കൃത്യമായിട്ടും അത് ഓർമ്മ വരുന്നത് ശിവദാസ് സാർ എഴുതുന്ന വാചകങ്ങളാണ്. ഒരു വലിയ എന്താ പറയുക, ഒരു ഈ നമ്മുടെ ഈ മനസ്സിനെ, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ശക്തിയെ, കഴിവിനെയൊക്കെ എങ്ങനെ, കുട്ടികളുടെ കഴിവിനെയൊക്കെ എങ്ങനെ ഏതൊക്കെ അവസ്ഥയിലേക്ക് എടുത്തെറിയാൻ പറ്റിക്കും എന്ന് പറയുന്ന ഒരു മട്ടിലേക്ക് ശിവദാസ് സാർ എഴുതിയ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് നമ്മുടെ ഒരു തലമുറ കൃത്യമായിട്ട് ഇങ്ങോട്ട് വളർന്നു വന്നത്. ഇവിടെ ഇരിക്കുന്ന മുതിർന്നവരും ചെറുപ്പക്കാരും ഒക്കെ സാറിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ട് വന്നിരിക്കുക. എത്ര പുസ്തകങ്ങൾ സാർ എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ട് ഒരു കണക്ക് വേണം എന്നുള്ളൊരു പ്രശ്നം. ഈ 129 പേജിൽ ഗോപിനാഥ് പറഞ്ഞിരിക്കുന്ന ഹൈലൈറ്റ് പറഞ്ഞു, മനസ്സ് ഒരു അവയവമല്ല, അതൊരു ഭാവമോ ഒരു അവസ്ഥയോ അല്ല, തെളിയിച്ചെടുക്കാൻ കഴിയുന്ന ജലം പോലെ നിർമ്മലമായ ഒരു യാഥാർത്ഥ്യമാണത് എന്നാണ് ഈ വാചകത്തിൽ ഇതിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വാചകത്തിൽ പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ ഈ പുസ്തകങ്ങളുടെ രണ്ടിൻ്റെയും ഒരു വ്യക്തമായ ഒരു പ്രതിഫലനം ഈ ഒരു ഐഡിയ ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം ചെറിയ മനസ്സുകളിലേക്ക് എങ്ങനെ ശരിയായി കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളൊരു ഒരു സംഭവമാണ് ഇതിനകത്ത് വരുന്നത്. പക്ഷേ ഇതിനകത്ത് വായന എന്ന് പറയുന്ന ഒരു സംഭവമാണ് ശരിയായിട്ട് വരേണ്ടത്. ഈ കുട്ടികളുടെ ഒരു ഉത്സവമായിട്ടാണ് ഇന്ന് ഇത് DC ബുക്സ് ഇത് ശരിയാക്കിയിരിക്കുന്നത്. അപ്പോൾ വായന എന്ന് പറയുന്നത് വായനയിൽ കൂടി മാത്രമേ നമുക്ക് ഇമാജിനേഷൻസ് വരുന്നുള്ളൂ. പുതിയ ഒരു ജനറേഷൻ്റെ, പുതിയ ഒരു തലമുറയുടെ കയ്യിൽ നിന്നും തലയിൽ നിന്നും പോയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇമാജിനേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. സങ്കല്പിക്കാനുള്ള കഴിവ് ഇല്ലാതാകുക എന്നുള്ളതാണ് പ്രശ്നം.
ഈ സങ്കല്പിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ഇമാജിനേഷനുള്ള ഒരു കഴിവ് ഇല്ലാതാകുമ്പോഴാണ് മറ്റുള്ളവർ നമ്മുടെ തലയിലേക്ക് കയറിയിരിക്കുക. പണ്ട് നമ്മൾ പുസ്തകങ്ങൾ കൊടുക്കുമ്പോഴത്തേക്ക് ശിവദാസ് സാർ എഴുതുന്ന പോലെയാണെങ്കിലും അല്ലെങ്കിൽ ക്ലാസിക്കുകൾ പോലെയാണെങ്കിലും പിന്നെ റോസ്മേരി ചേച്ചി ഈ പറഞ്ഞതുപോലെയുള്ള എന്താ നമ്മളെ നയിക്കുന്ന പുസ്തകങ്ങളെ പോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ആ പുസ്തകങ്ങൾ കൊടുത്തിട്ട് അതിൻ്റെ ഒരു വായനയുടെ സംസ്കാരത്തിലൂടെ സ്വന്തമായിട്ടുള്ള ഒരു ഇമാജിനേഷൻ, ഒരു സങ്കല്പ ശേഷി ഉണ്ടാക്കിയെടുക്കുക, ആ സങ്കല്പ ശേഷിയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് ഒരു തലമുറ ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ആ ഇമാജിനേഷൻ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് വായന നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ സാങ്കേതിക വിദ്യകളിലൂടെയാണ് കൃത്യമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സാങ്കേതിക വിദ്യകളിലൂടെ ഓരോ സാങ്കേതിക വിദ്യ വരുമ്പോഴും നമ്മുടെ കയ്യിലുള്ള ഓരോ പവർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ ശേഷി നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പൊ മൊബൈൽ ഫോൺ വന്നപ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു ശേഷി നശിച്ചത് കൃത്യമായും ഫോൺ നമ്പറുകൾ ഓർമ്മിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോഴും എനിക്കറിഞ്ഞുകൂടാ ആർക്കെങ്കിലും നമ്മുടെ സുഹൃത്തിനെയോ നമ്പർ ഓർമ്മ വയ്ക്കാൻ പറ്റുമോ നമുക്കറിയില്ല. മൊബൈൽ ഫോൺ യന്ത്രം വന്നതോടുകൂടി ആ ശേഷി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പ്രശ്നം. കാഴ്ച, TV വന്നതോടുകൂടി, ടെലിവിഷൻ വന്നതോടുകൂടി നമ്മൾക്ക് വായന എന്നുള്ള ശേഷിയോ അല്ലെങ്കിൽ ആ ഒരു വേറൊരു തരം സങ്കല്പശേഷി നമ്മൾക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ അമ്മൂമ്മമാരും കുട്ടികളിരിക്കുന്നുണ്ട് പറയാം, അമ്മൂമ്മമാരും അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് ഈ കഥകൾ പറഞ്ഞു തരും. ഈ കഥകൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇമാജിനേഷനാണ് കുട്ടിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മഹാഭാരതത്തിന്റെ കഥ ഇങ്ങനെ പറഞ്ഞു തരും. ഭീമൻ ഒരു വലിയ മരം പിഴുത് ഒരു അസുരനെ അടിച്ചു കൊന്നു എന്ന് അമ്മൂമ്മയോ ആരെങ്കിലും ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഭീമൻ വലിയ ഒരു മരം പിഴുത് അസുരനെ അടിച്ചു കൊന്നു എന്ന് പറഞ്ഞാൽ ഭീമൻ ഒരു വലിയ മരം പിഴുകാൻ, ഇവിടെയൊക്കെ വലിയ മരങ്ങളുണ്ട്, അത് പിഴുകാൻ ശേഷിയുള്ള ഒരാൾ ഭീമൻ. ആ വിഷ്വൽ അത്രയ്ക്ക് പോവുകയാണ് മുകളിലേക്ക്. ആ മരം കൊണ്ട് അടിച്ചാലേ ഈ മറ്റേ പുള്ളിക്കാരൻ ചാകൂ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഭീകരമാണ്. അപ്പൊ അത്രയും വലിയൊരു വിഷ്വൽ, ഒരു സെൻസ് നമ്മുടെ തലയിലേക്ക്, ഈ കുട്ടിയുടെ തലയിലേക്ക് ഇങ്ങനെ വലിയ ഒരു സ്ക്രീനിലേക്ക് വരികയാണ്. ഈ അമർചിത്രയൊക്കെ വന്നതോടുകൂടി അതങ്ങ് പോയി. ഈ ചെറിയൊരു കോളത്തിൽ ഭീമൻ ഒരു മരം വെച്ച് മറ്റൊരാൾ അടിച്ചു കൊള്ളുന്നു, ഒരു സെൻസൊക്കെ പോവുക. നമ്മൾക്കുള്ള കേപ്പബിലിറ്റി, നമ്മുടെ ശേഷി എന്ന് പറയുന്ന സാധനങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക വിദ്യ വരുമ്പോഴത്തേക്ക് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് വായന മാത്രമേ ഉള്ളൂ. വായനയിൽ വരുമ്പോഴേക്കും വായിക്കുന്നയാളും നിൽക്കുന്നയാളും കേൾക്കുന്നയാളും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വായിക്കുന്നയാൾ ഒരു സാധനം എഴുതുന്നുണ്ടോ, ഇത് ശരിയോ തെറ്റോ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ആ സാധനത്തിനെ കൃത്യമായും ആ ഇമാജിനേഷനിലേക്ക് കൊണ്ടുപോയി വളർത്തി വലുതാക്കി പെരുപ്പിച്ച് ഗംഭീരമാക്കാനുള്ള വല്ലാത്തൊരു ശേഷിയുണ്ട്. ആ ശേഷിയാണ് നമ്മുടെ ഈ കാലത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക സാങ്കേതിക വിദ്യയിലുള്ള വളർച്ച മൂലം. അപ്പം നമ്മുടെ മനസ്സിന്റെ ഇത്തരം അവസ്ഥകൾ ഒഴിവാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത്തരം അവസ്ഥകളുടെ നഷ്ടപ്പെട്ട ശേഷികൾ പിടിക്കാൻ വേണ്ടി ശരിയായും വായന, പുസ്തകം എന്ന അതിലേക്ക് നമ്മളിങ്ങനെ തിരിച്ചു വരിക. ആ തിരിച്ചിലേക്ക് നമ്മുടെ കുട്ടികളെ ഇങ്ങനെ നയിക്കുക. ഞാൻ വീണ്ടും തിരിച്ചു വരികയാണ്. ഞാൻ മനസ്സ് എന്ന് പറയുന്ന കാര്യം പറയാൻ വേണ്ടി തന്നത് ശ്രീ ഗോപദാസ് മുതുകാട് ഇത് എന്തിനെ പറ്റിയിട്ടാണ്, അദ്ദേഹത്തിന്റെ ഈ പ്രകാശന്റെ അറിവിലേക്കുള്ള യാത്രകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു വാചകം പറഞ്ഞു, മനസ്സ് ഒരു അവയവമല്ല, അതൊരു ഭാവമോ അവസ്ഥയോ അല്ല, തെളിച്ചെടുക്കാൻ കഴിയുന്ന ജലം പോലെ നിർമ്മലമായ ഒരു യാഥാർത്ഥ്യമാണത്. തെളിച്ചെടുക്കാൻ പറ്റുന്ന നിർമ്മലമായ ഒരു മനസ്സാണ് കുട്ടികളുടേതും നമ്മുടേതും. നമ്മുടെ ശേഷികൾ നഷ്ടപ്പെടുത്താതെ നമ്മുടെ ശേഷികൾ തിരിച്ചു പിടിക്കുക എന്നുള്ളത് മാത്രമാണ് ഇത്തരം ഒരു പുസ്തകോത്സവത്തിന്റെ ഒരു ആഘോഷത്തിൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഒന്നും കൂടെ എനിക്ക് പറയാനുള്ളൂ, ഈ ശേഷി നമ്മൾ തിരിച്ചു പിടിച്ചെടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് സങ്കല്പിക്കാനുള്ള ശേഷി നമ്മൾ മറ്റാർക്കെങ്കിലും കൊടുത്തെങ്കിൽ അത് മറ്റാരെങ്കിലും ചെയ്യും. ഈ നമ്മുടെ കുട്ടികളുടെ സങ്കല്പിക്കാനുള്ള ശേഷി, നമ്മുടെ കുട്ടികളുടെ ഇമാജിനേഷനുള്ള ശേഷി അവർക്ക് കൊടുക്കാതെ മറ്റാർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് മറ്റാരെങ്കിലും ചെയ്യും. ആ വഴിയിൽ നമ്മുടെ കുട്ടികൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അത് വേണോ ഇല്ലയോ എന്ന് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് പുസ്തകങ്ങൾ പ്രചരിപ്പിക്കുക, മനസ്സിന്റെ ശേഷി വർദ്ധിപ്പിക്കാനും ഉള്ള ഒരു യാത്രയിൽ നമ്മൾ പങ്കാളികളാകുക എന്നാണ് പറയാനുള്ളത്. ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ഈ മനോഹരമായ ഒരു സന്തോഷ സദസ്സിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായതിൽ ഞാൻ എൻ്റെ എല്ലാ സന്തോഷവും പ്രകടിപ്പിക്കുന്നുണ്ട്.
ശ്രീ ഗോപിനാഥ് മുതുകാടിനെ സംസാരിക്കാനായി ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന പ്രൊഫസർ എസ് ശിവദാസ് സാർ, റോസ്മേരി ചേച്ചി, എൻ്റെ സുഹൃത്ത് ബി മുരളി, അദ്ദേഹത്തിൻ്റെ അമ്മ മുമ്പിലിരിക്കുന്നുണ്ട്, മോളിരിക്കുന്നുണ്ട്, പ്രിയപ്പെട്ട നാട്ടുകാരെ, DC ബുക്സിൻ്റെ സാരഥികളെ, മാജിക് അങ്കിളിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇരിക്കുന്നത് 3 എഴുത്തുകാർക്കിടയിലാണ്. അക്ഷരങ്ങളെ കൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കുന്ന, അക്ഷരങ്ങളെ കൊണ്ട് ഇന്ദ്രജാലങ്ങൾ കാണിക്കുന്ന 3 എഴുത്തുകാരാണ് എന്നോടൊപ്പം ഉള്ളത്. MT വാസുദേവൻ നായർ പണ്ടൊരു പ്രസംഗത്തിൽ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. എഴുത്തുകാരുപയോഗിക്കുന്ന വാക്കുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ആ വാക്കുകളെ ഒരു പ്രത്യേക രീതിയിൽ അടുക്കി വയ്ക്കുമ്പോൾ അവിടെ അത്ഭുതം ഉണ്ടാകുന്നു എന്നുള്ളത്. ആ അത്ഭുതം കാണിക്കുന്ന, ആ ഇന്ദ്രജാലം കാണിക്കുന്ന 3 പേരാണ് ഇവിടെയുള്ളത്. ആ അത്ഭുതം അറിയാത്ത ഒരാളാണ് ഞാൻ സാധാരണ മാജിക്കുകൾ മാത്രം കാണിക്കുന്ന ഒരാളാണ്. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെയൊരു പുസ്തകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞുനാളിൽ അച്ഛൻ പറഞ്ഞു തന്ന കഥകൾ എന്നെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് എനിക്കറിയാം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് കവളമുക്കട്ട എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. എൻ്റെ അച്ഛൻ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരു സാധാരണ ഒരു കന്നുകൂട്ടുകാരനായിരുന്നു, ഒരു ജന്മിയുടെ പാടത്തൊരു കന്നുകൂട്ടുകാരനായിരുന്നു. വൈകുന്നേരങ്ങളിൽ അച്ഛൻ കന്നുകൂട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉമ്മറത്തെ ചാരുകസേരയിലിരുന്ന്, വീട്ടിലെ ചെറിയ മോനാണ് ഞാൻ, അതുകൊണ്ട് എന്നെ മടിയിലിരുത്തി തലമുടികൾ കൈവിരലുകൾ ഓടിച്ചുകൊണ്ട് അച്ഛൻ പറയുന്ന ഒരുപാട് കഥകളുണ്ട്. രാത്രി കിടക്കുന്ന സമയത്ത് അച്ഛൻ്റെ നെഞ്ചോട് ചേർന്ന്, മുഖം പറ്റി ചേർന്ന് കിടന്ന് അച്ഛൻ പറയുന്ന ഒരുപാട് കഥകൾ കേൾക്കാറുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ധാന്വന്തര കുഴമ്പിൻ്റെയും ചന്ദ്രിക സോപ്പിൻ്റെയും കൂടിക്കൊഴിഞ്ഞൊരു മണമുണ്ട് അച്ഛൻ്റെ നെഞ്ചിന്. അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. പക്ഷേ അച്ഛൻ പറഞ്ഞ ആ കഥകളാണ് ഒരു പക്ഷേ എന്നെ ഒരു ജാലവിദ്യക്കാരനാക്കിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞ കഥകളിലെല്ലാം ഇന്ദ്രജാലം ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞ ഓരോ കഥകളിലും മലയാളം കണ്ട, കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ഇന്ദ്രജാലക്കാരൻ്റെ കഥയുണ്ടായിരുന്നു. വാഴക്കുന്നം നമ്പൂതിരി എന്ന പേരിലുള്ള ഒരു മഹാമാന്ത്രികൻ, ഒരു മാന്ത്രിക മുത്തച്ഛൻ. ആ മുത്തച്ഛനെ കുറിച്ച് അതിശയോക്തി നിറഞ്ഞ ഒരുപാട് കഥകൾ അച്ഛൻ പറഞ്ഞു തരും. അച്ഛൻ കഥകൾ പറയുന്ന സമയത്ത് കണ്ണിൻ്റെ പുരികം ഇങ്ങനെ ഉയരും, മുഖത്ത് അത്ഭുതം രസം വരും. കഥ പറയാൻ അച്ഛൻ മിടുക്കനായിരുന്നു. അപ്പം ആ കഥകൾ കേൾക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും വാഴക്കുന്നത്തെ പോലെ ഒരു ജാലവിദ്യക്കാരനാവണം എന്നുള്ളത് വളരെ കുഞ്ഞുനാളിൽ എൻ്റെ മനസ്സിലൊരു മോഹം തോന്നുകയാണ്. ഞാൻ ജാലവിദ്യക്കാരനായത് അങ്ങനെയാണ്. പിന്നീട് ഞാൻ വാഴക്കുന്നം നമ്പൂതിരി എന്ന് പറയുന്ന ഈ ഒരു മഹാമാന്ത്രികൻ്റെ ശിഷ്യത്വത്തിൽ തന്നെയാണ് ജാലവിദ്യ പഠിച്ച് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കിയ കാര്യം, കഥകൾക്ക് നമ്മുടെ മനസ്സുകളിൽ ചെലുത്താൻ കഴിയുന്ന സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അച്ഛൻ എന്നോട് പറയുമായിരുന്നു, ഒന്നും നേരിട്ട് പറയുമായിരുന്നില്ല, മദ്യം കഴിക്കാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മദ്യം തുടരുത് എന്ന ഒരു ചിത്രം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അച്ഛൻ പറയുന്ന കുറേ കഥകളുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ മദ്യം തൊട്ടിട്ടില്ല. കാരണം അച്ഛൻ അന്ന് പറഞ്ഞ കഥകൾ മദ്യത്തിൻ്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് പറയുന്നതൊന്നും നേരിട്ടായിരുന്നില്ല. അപ്പോൾ ഇത്തരം കഥകൾക്ക് നമ്മുടെ മനസ്സിൽ ചെലുത്താൻ കഴിയുന്ന സ്വാധീനം എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. ഞാൻ സ്റ്റേജിൽ വെച്ച കുഞ്ഞുങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. എപ്പോഴും കുട്ടികളോട്, സ്റ്റേജിലേക്ക് വിളിച്ചു വരുന്ന ഒരു കുട്ടിയോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ വിജയിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കൊണ്ട് നടക്കേണ്ട ഒരു സാധനമുണ്ട്. എന്താണെന്നറിയാമോ? ആ കയ്യിൽ കൊണ്ട് നടക്കേണ്ട സാധനം എന്ന് പറയുന്നത് ക്യാഷാണ്. എന്താണ്? ഉറച്ചു പറ. ക്യാഷ്. എന്താ ക്യാഷ് എന്ന് പറഞ്ഞാൽ? പണം അല്ല. അവിടെയാണ് തെറ്റിപ്പോയത്. ഈ പണം അല്ല. ക്യാഷ്, അങ്കിള് പറയുന്ന ക്യാഷ് എന്ന് പറയുന്നത് CASH, ക്യാഷ്. C ഫോർ കോൺഫിഡൻസ്, ആത്മവിശ്വാസം, എന്തിനേയും നേരിടുവാനുള്ള ആത്മവിശ്വാസം. A ഫോർ അറ്റൻഷൻ, ശ്രദ്ധ. S ഫോർ സിൻസിയറിറ്റി, ആത്മാർത്ഥത. ആൻഡ് H ഫോർ ഹാർഡ് വർക്ക്. ഈ ക്യാഷ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, ഏത് പ്രതിസന്ധികളെയും ചവിട്ടി തെറിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്താണ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ? ഉറച്ചു പറ. ആത്മവിശ്വാസം, എന്തിനേയും നേരിടുവാനുള്ള ആത്മവിശ്വാസം. ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. ആരാണ് എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത്? എഡ്മണ്ട് ഹിലാരി അല്ലേ? എഡ്മണ്ട് ഹിലാരി എവറസ്റ്റ് കൊടുമുടി ആദ്യം നേരിട്ട് പോയിട്ട് കീഴടക്കിയതല്ല. ഒരുപാട് തവണ അദ്ദേഹം എവറസ്റ്റ് കൊടുമുടിയെ കീഴടക്കാൻ വേണ്ടി പരിശ്രമിച്ച് അവസാനമാണ് എവറസ്റ്റ് കൊടുമുടിയെ കീഴടക്കിയത്. അങ്ങനെ അവസാനത്ത് കയറി അതിൻ്റെ അറ്റത്ത് എത്തുന്നതിന് മുമ്പുള്ള തവണ വെറും 100 മീറ്റർ അടുത്ത് വരെ അദ്ദേഹം പോയി തിരിച്ചു വന്നു. അപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ ഉയരത്തിലേക്ക് കയറിപ്പോയ ആൾ എന്നുള്ള രീതിയിൽ എഡ്മണ്ട് ഹിലാരിക്ക് ബ്രിട്ടനിൽ വെച്ചൊരു സ്വീകരണം കൊടുത്തു. ആ
ആ സ്വീകരണത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി വേദിയുടെ മുന്നിൽ ഇതുപോലെ ആൾക്കൂട്ടം കൂടി നിൽക്കുന്നു. വേദിയിൽ കർട്ടൻ ഉയർന്നു. ഹിലാരി വേദിയിലേക്ക് നടന്നു വന്നു. സ്റ്റേജിന്റെ ഏറ്റവും ഫ്രണ്ടിൽ വന്ന് അദ്ദേഹം നോക്കുന്ന സമയത്ത് ഓഡിയൻസിന്റെ പിന്നിലുള്ള ചുമരിന്റെ മുകളിൽ ഒരു എവറസ്റ്റ് കൊടുമുടിയുടെ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹം ആ ചിത്രത്തിലേക്ക് നോക്കി. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് തീജ്വാലകൾ പുറത്തേക്ക് വന്നു. ആത്മവിശ്വാസം പടർന്നു. അദ്ദേഹം ആ കൊടുമുടിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, എവറസ്റ്റേ, കഴിഞ്ഞ തവണ നീ എന്നെ കീഴടക്കി, പക്ഷേ അടുത്ത തവണ ഞാൻ നിന്നെ കീഴടക്കും. കാരണം നിനക്ക് ഇനി വളരാൻ പറ്റില്ല, പക്ഷേ എനിക്ക് ഇനിയും ഒരുപാട് വളരുവാൻ സാധിക്കും എന്നുള്ളത്. ഇതാണ് ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസമാണ് നമ്മൾ മനസ്സിൽ നിറയ്ക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തേത് അറ്റൻഷൻ. അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് എന്താണ് നിങ്ങൾ പ്രതികരിക്കില്ല, ഒന്നും പറയുന്നില്ല കുഞ്ഞുങ്ങൾ. ഉറച്ചു പറ, ഉറച്ചു പറ. ശ്രദ്ധ, ശ്രദ്ധ, പറയാതെ ഉറച്ചു പറ, ശ്രദ്ധ. അല്ലെ? ഓരോ കാര്യവും കാണുന്ന സമയത്ത്, കേൾക്കുന്ന സമയത്ത് എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കുന്നു, കുഞ്ഞുങ്ങൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒറ്റ കാര്യം കൂടി പറഞ്ഞുതരാം. ഇത് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്റ്റാൻഫോർഡ് എന്ന് പറയുന്ന ഒരു അധ്യാപകൻ, അൻ ഓട്ടോബയോഗ്രഫി ഓഫ് എ റിട്ടയർഡ് പ്രൊഫസർ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്ത് സ്റ്റാൻഫോർഡ് എന്ന് പറയുന്ന ഒരു അധ്യാപകൻ എഴുതിയ കാര്യമാണ് പറയാൻ പോകുന്നത്. അദ്ദേഹം എഴുതുന്നു, ഓരോ ദിവസവും ക്ലാസ്സിലേക്ക് ഞാൻ നടന്നു വരുന്ന സമയത്ത് കുട്ടികൾ വളരെ ശ്രദ്ധയോടുകൂടി എന്നെ വീക്ഷിക്കുമായിരുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കും, ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർ എഴുതിയെടുക്കും, ഞാൻ നന്നായി പഠിപ്പിക്കും, ഞാൻ തിരിച്ചു പോകും. ഒരൊറ്റ കുട്ടി പോലും മറുത്തൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. കാരണം കൃത്യമായിട്ട് ഞാൻ പഠിപ്പിച്ചിരുന്നു, അവരത് കേട്ടിരുന്നു. കുട്ടികൾക്ക് എന്നെ ഭയമായിരുന്നു, ഞാൻ കണിശക്കാരനായിരുന്നു. അദ്ദേഹം എഴുതുകയാണ്, ഒരു ദിവസം ഞാൻ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് മൂന്നാമത്തെ ബെഞ്ചിലിരിക്കുന്ന ഒരു കുട്ടി ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എണീറ്റ് നിന്നു, ഒരു ആൺകുട്ടി. ഞാൻ അത് പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഞാൻ അടുത്ത് ചെന്ന് വാട്ട് യു വാണ്ട് ഞാൻ ചോദിച്ചു. അവൻ പറഞ്ഞു, സർ ഒന്ന് നിർത്തണം. ഞാൻ നിർത്തി. അവൻ പറഞ്ഞു, എൻ്റെ ശ്രദ്ധയൊന്ന് മാറിപ്പോയിരിക്കുന്നു സർ, ഇനി തുടരാം. പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നു. കാരണം എപ്പോൾ നിർത്തണം എപ്പോൾ തുടരണം എന്ന് തീരുമാനിക്കുന്ന ഒരു കുട്ടിയാണോ അവൻ. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. പക്ഷെ ഒരുവിധം ഞാൻ പുസ്തകം മടക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എൻ്റെ മനസ്സിനെ ഞാൻ തണുപ്പിച്ചു. പക്ഷേ പിന്നീട് എൻ്റെ അധ്യാപക ജോലി കഴിഞ്ഞ് ഞാൻ ഒരു ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ കുഞ്ഞിൻ്റെ മുഖം, ആ ആൺകുട്ടിയുടെ മുഖം എൻ്റെ മനസ്സിലേക്ക് വന്നു. അവൻ എവിടെയാണ് എന്ന് അന്വേഷിച്ച് ഞാൻ വീണ്ടും യൂണിവേഴ്സിറ്റിയിൽ പോയ സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നു, അവൻ ഒരു ഇന്ത്യക്കാരനാണെന്നും അവൻ്റെ പേര് ജവഹർ ആണെന്നും അവൻ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ജവഹർലാൽ നെഹ്റു എന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് എന്നുള്ള കാര്യവും ഞാൻ മനസ്സിലാക്കുന്നു. അതാണ് ശ്രദ്ധ. ശ്രദ്ധ എന്ന് പറയുന്ന ഓരോ കാര്യങ്ങളിലും ഉണ്ടാകുന്ന ശ്രദ്ധ. മൂന്നാമത്തെ അക്ഷരം യെസ്, സിൻസിയറിറ്റി, ആത്മാർത്ഥത. ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത. പഠിക്കുന്ന കുട്ടികൾക്ക് പഠനത്തോടുള്ള ആത്മാർത്ഥത. മാജിക് ചെയ്യുന്ന മാജിക് അങ്കിളിന് മാജിക്കിനോടുള്ള ആത്മാർത്ഥത. ദാറ്റ്സ് സിൻസിയറിറ്റി. ആൻഡ് ലാസ്റ്റ് ലെറ്റർ ഹാർഡ് വർക്ക്. ഹെഡ് ഫോർ ഹാർഡ് വർക്ക്. ഈ ക്യാഷ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾ ഇവിടുന്ന് പോകുന്ന ക്യാഷ് മുറുകെ പിടിച്ചു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയം ഉറപ്പാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എക്സാമ്പിൾ വെച്ച് പറയുന്ന സമയത്ത് ഉണ്ടാവുന്ന, നമ്മളിലുണ്ടാവുന്ന മാറ്റം, ആ ചിന്തകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ പുസ്തകം കൊണ്ട് ഉദ്ദേശിച്ചത്. അതല്ല, ഞാനൊരു എഴുത്തുകാരനൊന്നുമല്ല. ഞാൻ എഴുതി അച്ഛൻ പറഞ്ഞ കഥകൾ, വായിച്ച കഥകൾ, ആ കാര്യങ്ങൾ വീണ്ടും പകർത്തി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വിശ്വസിക്കുന്ന കാര്യം, ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലൊരു മാറ്റം ഉണ്ടാവും. കാരണം എപ്പോഴും നമ്മൾ അത്തരം കാര്യങ്ങളാണ്, നമ്മൾ കഥകൾ കേൾക്കുമ്പോൾ നേരിട്ടൊരു കാര്യം പറയുന്നത് പോലെയല്ല. ഒരു മാജിക്കിലൂടെ പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഞാൻ ചെറിയ മാജിക് കാണിക്കട്ടെ. ഈ മാജിക് എന്ന് പറയുന്നത് ഒരു മാജിക്കും അല്ല, നേരെ മറിച്ച് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം മാജിക്കിലൂടെ പറയുന്നു എന്ന് മാത്രം. പങ്ങളുടെ കയ്യിൽ 3 കയറുണ്ട്, അല്ലേ? 3 കയറെന്ന് പറയുന്ന സമയത്ത് ഒന്ന് കുങ്കുമം, രണ്ടാമത്തേത് വെള്ള, മൂന്നാമത്തേത് പച്ച. ഇങ്ങനെ 3 നിറത്തിലുള്ള 3 കയറുകൾ. ഈ കയറുകളെ ഈ മാജിക് കഴിയുന്നവരേക്കും കയറായിട്ടല്ല, നേരെ മറിച്ച് നമ്മുടെ ഭാരതത്തിലെ പ്രധാനപ്പെട്ട 3 മതങ്ങളായിട്ട് കണക്കാക്കുക. ഈ കുങ്കുമ നിറത്തുള്ളത് ഹിന്ദു മതമാണെങ്കിൽ, വെള്ള നിറത്തുള്ളത് ക്രിസ്തു മതമാണ്, പച്ച നിറത്തുള്ളത് ഇസ്ലാം മതമാണ്. നമ്മുടെ ഭാരതത്തിലെ പ്രധാനപ്പെട്ട 3 മതങ്ങൾ. നമുക്കറിയാം, നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് മുമ്പ് മതങ്ങൾ തമ്മിൽ ഇങ്ങനെ വേറിട്ട് നിന്നിരുന്നു. മഹാത്മാഗാന്ധി മനസ്സിലാക്കി, മതങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിച്ചാൽ മാത്രമേ ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം ചെയ്തത് ഓരോ മതങ്ങളെയും അദ്ദേഹം കൂട്ടിയോജിപ്പിച്ചു. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് 2 മതങ്ങളെ തൽക്കാലത്തേക്ക് ഞാൻ കൂട്ടിക്കെട്ടുന്നു. അതായത് ക്രിസ്തു മതവും ഇസ്ലാം മതവും തൽക്കാലത്തേക്ക് കൂട്ടിക്കെട്ടി. അതുപോലെ തന്നെ ഭാരതത്തിലുടനീളം സഞ്ചരിച്ച് മറ്റ് മതങ്ങളെ കൂട്ടിയോജിപ്പിച്ചതുപോലെ തന്നെ ഞാൻ മറ്റ് 2 മതങ്ങളെ തൽക്കാലത്തേക്ക് കൂട്ടിക്കെട്ടുന്നു. ഹിന്ദു മതവും ക്രിസ്തു മതവും തൽക്കാലത്തേക്ക് കൂട്ടിക്കെട്ടുന്നു. വെള്ളയും കുങ്കുമവും തൽക്കാലത്തേക്ക് കൂട്ടിക്കെട്ടുന്നു. ഇപ്പോൾ കൂട്ടിക്കെട്ടിയ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹിന്ദു, ക്രിസ്ത്യാനി, മുസൽമാൻ, ഇങ്ങനെ 3 മതങ്ങൾ. പക്ഷേ 1947 നമ്മൾ സ്വാതന്ത്ര്യം നേടി. പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീടുണ്ടായി.
ബാബറി മസ്ജിദ്, രാമജന്മഭൂമി തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി. നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിമാർ വെടിയേറ്റ് മരിച്ചു. ഒരുപാട് പ്രശ്നങ്ങൾ. എന്താ കാരണം? ഏച്ചുകെട്ടാണ്. ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് നമ്മൾ പറയാറുണ്ട്. ഒറ്റ കാര്യം ഞാൻ പറയാം. ഈ ഷർട്ട് ഞാനൊരു കടയിൽ പോയി ഇഷ്ടപ്പെട്ട ഒരു മെറൂൺ ഷർട്ട് വേണമെന്ന് വിചാരിച്ചൊരു ഷർട്ട് ഞാൻ ചോദിച്ച് മേടിച്ചതാണ്. എൻ്റെ പാൻറ്, ഒരു കറുത്ത പാൻറ് വേണമെന്ന് വിചാരിച്ച് ഞാൻ കടയിൽ പോയി ചോദിച്ച് മേടിച്ചതാണ്. പക്ഷേ ഇതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കാത്ത ഒരു സാധനം എൻ്റെ ശരീരത്തിലുണ്ട്, നിങ്ങളുടെ ശരീരത്തിലുണ്ട്. അതെന്താണെന്നറിയാമോ? നമ്മുടെ മതം. അല്ലേ? എൻ്റെ അച്ഛനും അമ്മയും ഹിന്ദുമതക്കാരായതുകൊണ്ട് ഞാൻ ഹിന്ദുവാണ് എന്ന് പറയുന്നു. എൻ്റെ അച്ഛനും അമ്മയും ഉസ്മാനും ഫാത്തിമയും ആണെങ്കിൽ ഞാൻ ആരാവും? ഇസ്ലാം മതക്കാരനാവും. എൻ്റെ അച്ഛനും അമ്മയും ജോസഫും മേരിയും ആണെങ്കിൽ ഞാൻ ആരാവും? ക്രിസ്തു മതക്കാരനാവും. അപ്പോൾ ഇന്ന മതമാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മതത്തെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം എനിക്കോ നിങ്ങൾക്കോ വേദിയിരിക്കുന്ന ആർക്കോ ആരും തന്നിട്ടില്ല. നമ്മളൊരു മതത്തിൽ വന്നു, അതുകൊണ്ട് നമ്മുടെ മതം നല്ലതാണ്, മറ്റു മതങ്ങൾ മോശമാണെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ വേണ്ടത്, ഹിന്ദുവാണെങ്കിലും മുസൽമാനാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും നമ്മളുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ബോധം എന്ന് പറയുന്നത് നാം ഇന്ത്യക്കാരാണ് എന്നുള്ള ബോധമാണ്. ഞാൻ ചെയ്യുന്നത് ഇത്തിരി മാജിക് സോൾട്ടുകാർ എടുക്കുന്നു, ഇതിലേക്ക് ഇടുന്നു. ശ്രദ്ധിക്കുക, നമ്മൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഏച്ചുകെട്ടില്ലാത്ത, വലിച്ചാൽ മുറിയാത്ത, ഒറ്റച്ചരലിൽ കോർത്തതുപോലെയുള്ള ബന്ധമാണ്. അതായത് നമ്മളെല്ലാവരും ഒന്നാണ്, ഒന്നാണ്, ഒന്നാണ്. തീർച്ചയായിട്ടും ഈ ഒരു സന്ദേശം, മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം, ഞാൻ നിങ്ങളോട് പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ മനസ്സിലേക്ക് കയറുന്നുണ്ടാവും അല്ലേ? കാരണം അത് ഒരു ചിത്രത്തിലൂടെ നിങ്ങൾ കണ്ടു. അത് തന്നെയാണ് പുസ്തകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഥകളിലൂടെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെ വായിച്ച് നല്ല കുട്ടികളാവാൻ വേണ്ടി എല്ലാവർക്കും ഒരുപാട് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചടങ്ങിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി DC ബുക്സിലെ ശ്രീ പ്രശോഭിനെ ക്ഷണിക്കുന്നു. 18ാമത് DC രാജ്യാന്തര പുസ്തകമേളയുടെയും സാംസ്കാരികോത്സവത്തിന്റെയും 12ാം ദിവസത്തെ ചടങ്ങുകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ചടങ്ങിന് സന്നിഹിതരായ പ്രശസ്ത ബാലസാഹിത്യകാരൻ പ്രൊഫസർ S. ശിവദാസ്, ലോകപ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്, കവയത്രി റോസ്മേരി, കഥാകൃത്ത് B. മുരളി എന്നിവർക്ക് DC ബുക്സിന്റെ കൃതജ്ഞതയും നന്ദിയും രേഖപ്പെടുത്തുന്നു. ഒപ്പം DCയുടെ രാജ്യാന്തര പുസ്തകമേളയ്ക്ക് സാന്നിധ്യം അറിയിച്ച മുഴുവൻ പുസ്തക പ്രേമികൾക്കും സഹൃദയർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. നമസ്കാരം. 18ാമത് DC അന്താരാഷ്ട്ര പുസ്തകമേളയുടെയും സാംസ്കാരികോത്സവത്തിന്റെയും 12ാം ദിവസത്തെ പുസ്തക പ്രകാശന ചടങ്ങ് സമാപിക്കുന്നു. ഇന്ന് ഈ വേദിയിൽ അല്പസമയത്തിനുള്ളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദി ആറ്റിങ്ങൽ ഉപജില്ലയിലെ ഇളമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ ഉണ്ടായിരിക്കും. ഇളമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് പരിപാടികൾ അവതരിപ്പിക്കുന്നത്. ആദ്യം 9ാം ക്ലാസ്സിലെ ആവണി അവതരിപ്പിക്കുന്ന ഭരതനാട്യം. ശ്രീകൃഷ്ണ പരമാത്മാ ശുഭകരനെ തിരുവടിയേ ശരണം. ശ്രീകൃഷ്ണ പരമാത്മാ ശുഭകരനെ திருவடியே
ಶರಣ
ഒരു നാടൻ പാട്ട്. Thank you.
ഇനി 6ാം ക്ലാസ്സിലെ അഖിൽ കൃഷ്ണ UM അവതരിപ്പിക്കുന്ന നാടോടി നൃത്തം. ஐயா பசிக்கிறது ஐயா, ஏதாவது கொடுங்க ஐயா. தெருவில் பாட்டுகள் பாடும் நான் தெருவின் சந்ததி, ഉറ്റവരുടയവരില്ലാതങ്ങനെ അലയും സന്തതി, ഞാനും ഈ നാട്ടിൽ അലയും സന്തതി. തീവണ്ടികളിൽ ബസ്സുകളിൽ ആളുകൾ കൂടും കവലകളിൽ തൊണ്ട പൊട്ടി പാട്ട് പാടി അന്നം തേടുന്നു, അന്നം തേടുന്നു. രണ്ടനുജന്മാരും ഞാനും അമ്മയും അച്ഛനും സ്നേഹമായി കഴിഞ്ഞൊരു വീട്, തകർന്നു പോയൊരു ദിനം കെട്ടി നോക്കിയവർ എന്റെ അച്ഛനെ. കരയാതൊരു തുള്ളി കണ്ണീരില്ലാതെ മനസ്സിന്റെ താളം പിഴച്ചു പോയമ്മയ്ക്ക്, ഭ്രാന്താശുപത്രിയിൽ ചങ്ങല കൂട്ടി അമ്മയ്ക്കു തുണയായി ഞങ്ങൾ മാത്രം. പടരുന്നു തീജ്വാലകൾ, ചുറ്റിനും കേൾക്കുന്നു അലമുറകൾ. ഓടിയെത്തിയപ്പോ കണ്ടതോ കത്തിയെറിയുന്നു ആശുപത്രി, ഏതോ ഭ്രാന്തൻ കൊളുത്തിയ തീ കരിഞ്ഞു വരുന്നു ജീവകൾ. ചങ്ങല കൂട്ടി ഓടാനാകാതെ കത്തിയമരുന്നു അമ്മ, കരയാതെ ചിരിക്കാതെ അമ്മ തീയായി മാറുന്നൊരമ്മ. ആരുമില്ലാതായി ഞങ്ങൾക്ക് കുഞ്ഞനുജനുമായി പകച്ചുപോയി ഞാൻ. കടത്തിണ്ണയും തൊട്ടിയും ആശ്വാസമായി മാറി ആ ദിവസങ്ങളിൽ. ആരാരുമില്ലാത്ത ഏഴകളെ തേടി ഇരുളിന്റെ മറമറ്റി ദുഷ്ടരെത്തി, തൂക്കിയെടുത്തവർ കൊണ്ടുപോയി ഞങ്ങളെ നേതാവിൻ മുന്നിൽ വലിച്ചെറിഞ്ഞു. ഭയന്നുപോയി ഞങ്ങളെ കാഴ്ച കണ്ട് വികൃതരാക്കപ്പെട്ട കുറെ കുട്ടികൾ, പിച്ചയെടുക്കുവാൻ കൈകാലൊടിച്ച് കണ്ണു തുറിച്ച് പഴുത്തൊലിച്ച് വളഞ്ഞൊടിഞ്ഞ കുട്ടികൾ. കണ്ണരം നേതാവപ്പോൾ ഒരു പിഞ്ചു കുഞ്ഞിന്റെ കണ്ണുകൾ രണ്ടിലും പഴുപ്പിച്ച കുട്ടികൾ കുത്തിയിറക്കി നാട്ടുപോയിക്കുവാൻ കത്തിയെടുത്ത് കാലു പിടിച്ചു പറഞ്ഞു ഞാൻ അന്നേരം. പാട്ടുപാടി ഞാൻ പിച്ചതെന്ന പാട്ടറിയാത്തവർ ഞങ്ങൾ, ജീവന് വേണ്ടി പാട്ടുപാടി. ണം അന്തിയോളം കുറയാതെ രൂപ കൊടുത്തിടേണം. ഒട്ടുന്നു കുറഞ്ഞാൽ പൊതിരെ തല്ലും അന്നത്തെ സമ്പാദ്യം പട്ടിണിയിൽ. മാഫിയകൾ ഭിക്ഷാടകരാക്കുന്ന ബാല്യത്തിൻ നൊമ്പരം ആരു കാണും? ആരുണ്ടു രക്ഷിക്കാൻ ഈ ജീവിതം, ആരുണ്ടു കാണുവാൻ ഈ വേദന? ഭാവിതൻ കരുത്തര ബാലകരെ ബലഭിക്ഷാടകരാക്കരുതേ, ബലഭിക്ഷാടകരാക്കരുതേ, ബലഭിക്ഷാടകരാക്കരുതേ.
ആറ്റിങ്ങൽ ഉപജില്ലയിലെ ഇളമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളാണ് നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി 6ാം ക്ലാസ്സിലെ സീതാലക്ഷ്മി അവതരിപ്പിക്കുന്ന നാടോടി നൃത്തം. പാട്ടും പാലും കിട്ടും മറന്നെന്റെ പെണ്ണേ, പാടാണ്ടിരിക്കാൻ എനിക്കാവില്ല കണ്ണേ. നെഞ്ചുരുകി ചങ്കു പൊട്ടി പാടാം ഞാനേ, നാടിനായി ജീവൻ വിട്ടൊരു നിന്നിടെ പാട്ട്, ഞങ്ങളുടെ നിന്നിടെ പാട്ട്, ഞങ്ങളുടെ നിന്നിടെ പാട്ട്. വയനാടൻ മലയിലെ കുറിച്ച പെണ്ണവൾ, പുലി പോലെ ചീറ്റുന്ന നീലിപ്പെണ്ണ്, കലലരിയും കണ്ണിളയും പടിവത്ത നേരിയമായി നീലേന്തി അമ്പുമായി പായും പെണ്ണ്, അവൾ ഊരിന്റെ ഓമനയാ നീലിപ്പെണ്ണ്. കാട്ടുചോലയിൽ നീന്തി കുളിക്കും കാട്ടുവള്ളിയിലൂയലാകും കാട്ടുവേരുതിനിയും പിന്നെ പച്ചമരുന്നുകളും എങ്ങൾക്കിഷ്ടം. മലദൈവങ്ങളെ കോട്ടയാക്കി ഞങ്ങൾ അല്ലലറിയാതെ കഴിഞ്ഞൊരു കാലം. പിടികൊട്ടും പാട്ടും മേളങ്ങളും എങ്ങനെ ഊരിലെ ദൈവങ്ങളും. എങ്ങനെ ഊരിലെത്തി വെള്ളനിറമുള്ള സായിപ്പന്മാർ, എങ്ങനെ കാടും സമ്പത്തുമെല്ലാം കമ്പനിക്കാരുടെ സ്വത്താണത്രേ. പോകെ പോകെ അറിഞ്ഞു ഞങ്ങൾ നാട്ടിലെങ്ങും യുദ്ധക്കളമാണെന്ന്. കേരളവർമ്മ പഴശ്ശിത്തമ്പ്ര കമ്പനിക്കാരുമായി പാരിലെന്ന്. വെള്ളക്കുതിരമേലൂരിലെത്തിയിരുന്ന പഴശ്ശിത്തമ്പ്രാനും സേവകരും നാടിനു വേണ്ടി ഒരുതുന്ന തമ്പ്രാന് ഒളിത്താവളമായ എങ്ങളുടെ ഊര്. ചൊല്ലിക്കൊന്നു തമ്പ്രാനേകൾക്കെല്ലാം അടിമകളായി നാം മാറരുത്. നമ്മുടെ നാട് നമുക്ക് സ്വന്തം. ഒരു തുടങ്ങണം നാടിനു വേണ്ടി. ഒത്തുകൂടി ഞങ്ങളെല്ലാം ഊരിലെ ആണും പെണ്ണാളുകളും നീലിപ്പെണ്ണവളെ തലവിയാക്കി പെണ്ണാളും വില്ലുമേന്തി കാറ്റുനായ്ക്കളെ ഊരിൽ തമ്പാനെ ചോദിച്ച് ആക്രമിക്കേങ്ങളെ. ആണാകളെല്ലാം കൊടും കാടിനുള്ളിൽ നീലിയവൾ കരിങ്കാടിനു മാറി. മിന്നായം പോലെ അമ്പെയ്തു വീഴ്ത്തി മലക്കം മറിഞ്ഞങ്ങ് വെട്ടി വീഴ്ത്തി. ഒരു നൊടിക്കുള്ളിൽ ഉയർന്നു പൊങ്ങിയവൾ തീരോട് കൊല്ലുതീ നാടിനായി. എങ്കിലും വേങ്കട നീയമ്മ വെടിയേറ്റു വീണുപോയി നാടിനായി. എങ്ങനെ പാടാനിരിക്കും പെണ്ണെ ഞാനേ, നീ പെണ്ണവളുടെ കല്ലത്തിൻ പാട്ട്. നാടിനോ വേണ്ടി പൊരുതി ജീവൻ കളഞ്ഞ അഴകി തമ്പീരാന്റെ പോരിന്റെ പാട്ട്. ചോര ചീന്തി തന്നവരെ നാടത് നമുക്കും സ്വന്തമായി. കാടുമില്ലെങ്കിൽ
സങ്കടമാരറിയാൻ ഇഴകൾ സമാപനമാവുകയാണ്. വിദ്യാരംഗം കലാ സാഹിത്യവേദി ആറ്റിങ്ങൽ ഉപജില്ലയിലെ ഇളമ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് ഇന്നത്തെ സർഗോത്സവത്തിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നത്. ഇനി ഒരു വഞ്ചി പാട്ടാണ്. +1 സയൻസിലെ ഐശ്വര്യ AP, അപർണ എസ് ചന്ദ്, ചെന്ന് മാറ്റോലി കൊണ്ടൂരൈ ദിക്കുകൾ
മകൾ പത്തിയിലും ചെന്ന് മാറ്റോലി കൊണ്ടുപോയി തകര തികിതകതോ തകധീയതി തോതി തോതികിതോ ഹന്ത കുന്തി സൂതനീവൻ തകതോ ഹന്ത കുന്തി സൂതനീവൻ ചിത്തത്താതി ഹന്ത കുന്തി സൂതനീവൻ എന്തു ഭാഗ്യം ചെയ്തു മുന്ന ഹന്ത കുന്തി സൂതനീവൻ എന്തു ഭാഗ്യം ചെയ്തു മുന്ന ഹന്ത കുന്തി സൂതനീവൻ എന്തു ഭാഗ്യം ചെയ്തു മുന്ന തകര തികിതകതോ തകധീയതി തോതി തോതികിതോ ചിന്തയിലുമകപ്പെട തകതോ ചിന്തയിലുമകപ്പെട ചിത്തത്താതി ചിന്തയിലുമകപ്പെടാറുള്ള കാർവന്നന്റെ ചിന്തയിലുമകപ്പെടാറുള്ള കാർവന്നന്റെ ചിന്തയിലുമകപ്പെടാറുള്ള കാർവന്നന്റെ തകര തികിതകതോ തകധീയതി തോതി തോതികിതോ ബന്ധു ഭാവന സാരസ്യം തകതോ ബന്ധു ഭാവന സാരസ്യം ചിത്തത്താതി ബന്ധു ഭാവന സാരസ്യം വഹിക്കുന്നു പാത്തു കണ്ടാൽ ബന്ധു ഭാവന സാരസ്യം വഹിക്കുന്നു പാത്തു കണ്ട ബന്ധു ഭാവന സാരസ്യം വഹിക്കുന്നു പാത്തു കണ്ട തകത തികിതകതോ തകധീയതി തോതി തോതികിതോ എന്തു ചെയ്യായൂതാതുള്ളു തകതോ എന്തു ചെയ്യായൂതാതുള്ളു ചിത്തത്താതി എന്തു ചെയ്യായൂതാതുള്ളു മഹത്തുക്കൾക്ക് എന്തു ചെയ്യായൂതാതുള്ളു മഹത്തുക്കൾക്ക് എന്തു ചെയ്യായൂതാതുള്ളു മഹത്തുക്കൾക്ക് തകത തികിതകതോ തകധീയതി തോതി തോതികിതോ ഇങ്ങനെ ചിന്തിച്ചു ദേവ തകതോ ഇങ്ങനെ ചിന്തിച്ചു ദേവ ചിത്തത്താതി ഇങ്ങനെ ചിന്തിച്ചു ദേവ വൃന്ദാവും മാമുനിമാരും ഇങ്ങനെ ചിന്തിച്ചു ദേവ വൃന്ദാവും മാമുനിമാരും ഇങ്ങനെ ചിന്തിച്ചു ദേവ വൃന്ദാവും മാമുനിമാരും തകര തികിതകതോ തകധീയതി തോതി തോതികിതോ തിങ്ങിന ഭക്തികൾ കൊണ്ടു തകതോ തിങ്ങിന ഭക്തികൾ കൊണ്ടു ചിത്തത്താതി തിങ്ങിന ഭക്തികൾ കൊണ്ടു കുപ്പിനാരേവം തിങ്ങിന ഭക്തികൾ കൊണ്ട് കുപ്പിനാരേവം തിങ്ങിന ഭക്തികൾ കൊണ്ട് കുപ്പിനാരേവം തകര തികിതകതോ തകധീയതി തോതി തോതികിതോ പാരു രണ്ടേടീനും നാഥ തകതോ പാരു രണ്ടേടീനും നാഥ ചിത്തത്താതി പാരു രണ്ടേടീനും നാഥനായ നാരായണനപ്പോൾ പാരു രണ്ടേടീനും നാഥനായ നാരായണനപ്പോൾ പാരു രണ്ടേടീനും നാഥനായ നാരായണനപ്പോൾ തകര തികിതകതോ തകധീയതി തോതി തോതികിതോ പേരുമോടി ചാടുത്തരി തകതോ പേരുമോടി ചാടുത്തരി ചിത്തത്താതി പേരുമോടി ചാടുത്തരി വാഹിനി തന്നിൽ പേരുമോടി ചാടുത്തരി വാഹിനി തന്നിൽ പേരുമോടി ചാടുത്തരി വാഹിനി തന്നിൽ തകത തികിതകതോ തകധീയതി തോതി തോതികിതോ കർമ്മകാലേ ഘന ഘനം തകതോ കർമ്മകാലേ ഘന ഘനം ചിത്തത്താതി കർമ്മകാലേ ഘന ഘനം വർഷിച്ചിടും അതുപോലെ കർമ്മകാലേ ഘന ഘനം വർഷിച്ചിടും അതുപോലെ കർമ്മകാലേ ഘന ഘനം വർഷിച്ചിടും അതുപോലെ തകത തികിതകതോ തകധീയതി തോതി തോതികിതോ അത്ഭുതമായുള്ള നാദം തകതോ അത്ഭുതമായുള്ള നാദം ചിത്തത്താതി അത്ഭുതമായുള്ള നാദം കേട്ടു ഭീഷ്മരും അത്ഭുതമായുള്ള നാദം കേട്ടു ഭീഷ്മരും അത്ഭുതമായുള്ള നാദം കേട്ടു ഭീഷ്മരും തകത തികിതകതോ തകധീയതി തോതി തോതികിതോ വിസ്മയം വിസ്മയമെന്ന്
വിസ്മയം വിസ്മയമെന്ന് നിനച്ചു നോക്കി നിൽക്കാവേ വിസ്മയം വിസ്മയമെന്ന് നിനച്ചു നോക്കി നിൽക്കാവേ തകതകിതകതും തകതീരതിത്തോതിത്തോതികിതും തക്ഷണം പാഠന്റെ തേരും തകതോ തക്ഷണം പാഠന്റെ തേരും ചിത്തത്താതി തക്ഷണം പാഠന്റെ തേരും അടുത്തു കണ്ടു തക്ഷണം പാഠന്റെ തേരും അടുത്തു കണ്ടു തക്ഷണം പാഠന്റെ തേരും അടുത്തു കണ്ടു